ഹലോ, ഇന്ന് നമ്മളൊരു കൂന്തളിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ച കൂന്തൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ഒരു 4 അല്ലി മെല്ലെ ഒന്ന് കുത്തിയിട്ടിട്ട് കൊടുക്കുക. പേസ്റ്റാക്കി ഇടരുത്, ഇങ്ങനെ മെല്ലെ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ സാദാ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് തന്നെ എല്ലായിടത്തും മസാല പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണേ. കൂന്തളായതുകൊണ്ട് അതിൽ നിന്ന് മസാല ഉള്ളിലേക്ക് ശരിക്കൊന്നും കയറി കിട്ടില്ലല്ലോ. അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടേണ്ട, നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ രൂപത്തിലാക്കി എടുക്കുക. അതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ വറുത്ത് കോരിയ ആ ചട്ടിക്ക് തന്നെ വീണ്ടും കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 സവാള നടുകെ കീറി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വാടി കിട്ടണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വാട്ടിയെടുക്കുക. നമ്മൾ മീനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിയിലേക്കുള്ള ഉപ്പ് മാത്രം നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ തക്കാളിയാണ്. 2 സവാളയും ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നമ്മൾ എടുക്കുന്ന കൂന്തലിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ഉള്ളിക്കും തക്കാളിക്കും മാറ്റം വരുത്താം കേട്ടോ. ഞാനിവിടെ കൂന്തൽ കുറച്ചേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചാണ് ഉള്ളിയും കൂടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഈ 3 പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനും രുചിക്കനുസരിച്ച് നിങ്ങൾക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനും അതിൽ മാറ്റം വരുത്താവുന്നതാണ്. എന്നിട്ട് ഇത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണേ. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള കൂന്തൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചില്ലേ, അപ്പോൾ ആ വെളുത്തുള്ളി ഇടുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് ഒരു കറിവേപ്പില കൂടെ ഒരു തണ്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. ആ കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കേട്ടോ. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ഞാൻ നാട്ടിലല്ലാത്തതുകൊണ്ട് കറിവേപ്പില എപ്പോഴും അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പിയിൽ കറിവേപ്പില അധികം യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇതുപോലെയൊന്ന് ആയിക്കിട്ടും നമ്മളൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യുക.